Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ റെസിപ്പിയാണ്. കുറേ നാൾ വെജിറ്റേറിയൻ ചെയ്ത് ഇപ്പം കയറി നോൺ വെജിറ്റേറിയൻ എന്നതായത് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ വെജിറ്റേറിയൻ കാര്യം എന്നാ പറയുക പരിഗണിക്കുന്നുണ്ട്, നോൺ വെജിറ്റേറിയൻ കാര്യം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാവോ, ഒരു ഇഫ്താർ വിരുന്നിനൊക്കെ ഒരുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ ചിക്കൻ കറിയൊക്കെ പലതരം ഉണ്ടാക്കുന്നതല്ലേ ഒരു കറിയാവുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇന്ന് തന്നെ ഇഫ്താറിൽ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ഏറ്റവും നല്ലത് നമ്മുടെ മനസ്സ് ഏറ്റവും നല്ലതായിരിക്കണം, വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കണം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അല്ലേ, അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ല. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതൊരു ഗ്രീൻ കളറല്ല, എന്നാൽ യെല്ലോ കളറല്ല, ഏറ്റവും കൂടുതൽ മല്ലിയില പുതിന അങ്ങനെയൊക്കെ ഇട്ടേച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇതിന് വേണ്ടിയ സാധനം എന്നാന്ന് നോക്കിയോ, ഇതിൻ്റെ ഒരു ചെറിയൊരു ബട്ടർ ചിക്കൻ്റെ ഒരു ചെറിയൊരു ഫാമിലി പെടും. എന്നാലും നോക്കിക്കോളൂ. ഇതിന് വേണ്ടിയത് കുറച്ച് ഏലക്ക, പിന്നെ ഒരു ഇച്ചിരി തൈര്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പുതിന ഇലയും മല്ലിയിലയും കൂടെ മിക്സാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക്, പെരിഞ്ചീരകം, ഗ്രാമ്പു, സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഓപ്ഷണലാണ്. പിന്നെ ഈ സാധാ നമ്മുടെ കോഴി. പിന്നെ വേണ്ടിയത് ഒരു പട്ട. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഇട്ടാലും നല്ലതാട്ടോ, കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ ഇതിന് വെളിച്ചെണ്ണ അല്ല വേണ്ടത്, സാധാ വെജിറ്റബിൾ ഓയിൽ. ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഒരു ഇച്ചിരിയേ ഒഴിക്കുന്നുള്ളൂ. പട്ട ഒരുപാട് വേണ്ട, ഒരു 3-4 കഷ്ണം. അതായത് ഈ ഒത്തിരി കട്ടിയില്ലാത്ത പട്ടയില്ലേ, അതാ എടുക്കണ്ടേ. പിന്നെ 2-3 ഏലക്ക, ഇച്ചിരി ഗ്രാമ്പു. ഇച്ചിരി ഗ്രാമ്പു എന്ന് പറഞ്ഞാൽ ഒരു 3-4 എണ്ണം. ആ എണ്ണ ചൂടായേച്ച് ആ എണ്ണയ്ക്കകത്തോട്ട് ഈ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്ത് വരണം. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉള്ളി, ഇതൊരു മീഡിയം സൈസ് 2 സവാള എടുത്തേക്കുന്നേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി പച്ചമുളക്, എരിവുള്ളതാന്നേല അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ്. എരിവ് കൂടുതലാണെങ്കിൽ അങ്ങനെ, എരിവ് കുറവാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇതിനകത്ത് എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഒരു 7-8 മുളക് എന്തായാലും വേണം. ഇതിനകത്തോട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇച്ചിരി പെട്ടെന്ന് വാടാനായിട്ട് ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിനുള്ള കുരുമുളക്. അതായത് എന്നാന്നോ, ഞാൻ സ്പൂൺ കണക്കൊന്നും പറയല്ല, ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ. കാര്യം പച്ചമുളക് നമ്മൾ 7 എണ്ണം ഇട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാന്നു ഈ കറിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത്. ഇതൊരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വഴറ്റണം. വഴറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ബ്രൗൺ കളർ ആവണം. ബ്രൗൺ ആവണ്ട, ഈ പറഞ്ഞ പോലെ ഒരു വാടുകയല്ലേ, അത്രയും മാത്രം മതി. അല്ല ഒരുപാട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കാനുള്ളതാണ്, അന്നേരം അതങ്ങ് ഈ പറഞ്ഞ പോലെ ഒരു കയ്പ്പ് വരും. ഒന്ന് വാടിയേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ടേച്ചാൽ മതി. അന്നേരം ഉണ്ടല്ലോ ആ ഉള്ളിയും എല്ലാം അങ്ങ് വാടുന്ന തൊട്ട് നമ്മൾ ആ നേരം പോകുന്ന അറിയത്തുമില്ല. എന്നാൽ വഴന്ന് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് അത് തന്നെയാണ്.
ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു ഇച്ചിരി നല്ലതായിട്ട് വാടി തുടങ്ങുമ്പോഴത്തേക്കും എന്നാ ചെയ്യണം, ഈ 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണാണ്. നമ്മുടെ ഇപ്പോൾ ഇതൊരു 1/2 കിലോ കോഴി കാണുമേ, അതുകൊണ്ട് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതും നല്ല അസലായിട്ടൊന്ന് മൂക്കണം, അതായത് നമ്മുടെ ആ പച്ചച്ചൊവ്വ അങ്ങ് മാറണം. ഇപ്പം നമ്മുടെ എന്നാ പറയുക, ഉള്ളിയും അത് എല്ലാം അസലായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, നല്ല അസലായിട്ട് ഒരു ബ്രൗൺ കളറായിട്ടില്ല. അതിപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടാണെന്നുള്ളത് ചിന്തിക്കല് അല്ല, അത് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തീ നല്ലതായിട്ട് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് വെച്ച് ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതിടാം, അതല്ല കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇടാം, ബദാം ഉണ്ടെങ്കിൽ ഇടാം, പിസ്ത ഇടണ്ട. നമ്മുടെ കയ്യിൽ എന്നതേലും ഒരു സീഡ് ഉണ്ടെങ്കിൽ ഇട്ടേക്കാം. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു ഇച്ചിരി കൊഴുപ്പ് കൂട്ടാനാണ്. നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞേച്ച് ഇതിനകത്തോട്ട് കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരാണ് വേണ്ടേ, 1 സ്പൂണ്, 1 ടേബിൾ സ്പൂൺ അല്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ വേണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി വെള്ളം, പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ എടുത്തു വെച്ചേക്കുന്ന ഇട്ടിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ച് സെയിം സാധനമാണ്, കുറച്ച് ഏലക്ക, ഒരു ഇച്ചിരി പട്ട നേരത്തെ ഇട്ടിട്ടുണ്ടാവുന്ന ഒത്തിരി വേണ്ട, കുറച്ച്. ഇതിൻ്റെ കൂടെ 2-3 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, ഇച്ചിരി പെരുംജീരകം, ഇത്ര ഇട്ടേച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കാം. നേരത്തെ നമ്മളൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഇപ്രാവശ്യം ഒത്തിരി എണ്ണ ഒഴിക്കണ്ട, കുറച്ച്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അങ്ങ് പൊട്ടും. അപ്പം അതിന് മുന്നേ ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുവാണേ. അപ്പോൾ ആ എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് ആ മഞ്ഞപ്പൊടിയും കൂടെ അങ്ങ് മൂക്കും. ആ മഞ്ഞയുടെ ഒരു പച്ചച്ചോവ അങ്ങ് മാറും. മഞ്ഞയുടെ പച്ചച്ചോവയും കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മുടെ ഇറച്ചി അങ്ങ് കിട്ടണം. ഇതിനകത്തൊരു ഇച്ചിരി മല്ലിയില നമ്മൾ മാറ്റി വെച്ചില്ലായിരുന്നോ, ആ മല്ലിയിലയും കൂടെ ഇതിനകത്തോട്ടങ്ങ് ഇടുക. ഇച്ചിരി എടുക്കത്തുള്ളൂ, ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അത് പോയിട്ട്. ഈ സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി മുളക് പൊടി ഇടണേ, ഒരു ഇച്ചിരി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലേ വേണ്ട. നമ്മൾ ഇട്ട പട്ട, ഗ്രാമ്പൂ, ഏലക്ക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ ഇതിനകത്തോട്ട് ഇട്ടിട്ടുള്ളൂ. ഇനി എന്നാ ചെയ്യുന്നത്, നമ്മൾ അരച്ച് വെച്ചേക്കുന്നതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. നേരത്തെ നമ്മൾ ഉള്ളി വാട്ടിയപ്പോഴത്തേന് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു, പക്ഷേ ഗ്രേവിക്കായിട്ട് ഇച്ചിരി ഉപ്പ് വേണം, ഇറച്ചിയിൽ ഇച്ചിരി ഉപ്പ് പിടിക്കണം. ഞാൻ ഇപ്പോഴും ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ലാസ്റ്റ് നമുക്ക് നോക്കി വെച്ച് കുറച്ചുകൂടെ ചേർക്കാവേ.
ഇതിനകത്തോട്ട് ഇറച്ചി വേവാൻ ഇച്ചിരി കൂടി വെള്ളം വേണം. ഇത് നല്ല ചൂട് ബട്ടൂരയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, പൂരി ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. ബറോട്ട ആണെങ്കിൽ പിന്നെ പറയണ്ട. അത് കാര്യം എടുത്തു പറയാത്ത എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം ഏതൊരു ഇറച്ചിക്കറിയുടെ ആദ്യം പറയുന്നത് എന്നാണെന്നറിയോ, എനിക്ക് ബറോട്ട മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് പറയത്തുള്ളൂ. പക്ഷേ ഹെൽത്ത് വൈസ് അത് നല്ലതല്ലെന്ന് പറയും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പിള്ളേർ ഉൾപ്പെടെ എന്നാ വേണമെന്ന് ചോദിച്ചാൽ ബറോട്ട വേണമെന്ന് ഞാൻ ആദ്യം പറയത്തുള്ളൂ. ഇതിലോട്ട് നമ്മളൊരു ഇച്ചിരി വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇറച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഊറും. പിന്നെ നമ്മൾ ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അഥവാ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കപ്പലണ്ടി, ബദാം ഇതൊക്കെ അരയ്ക്കുവാന്നേൽ നമ്മൾ ഈ ഇറച്ചിക്കറി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ആസിഡസ് നമ്മൾ ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല. ഈ കറി എന്ന് പറയുന്നത് കുറച്ച് തിക്ക് ഗ്രേവി ഉള്ളൊരു കറിയാണ്. പക്ഷെ ഞാനിവിടെ ഒരുപാട് തിക്കും അല്ല, ഒരുപാട് എന്നാ പറയുക ഡ്രൈയും അല്ല, ഒരുപാട് ഗ്രേവി അല്ല, ആ ഒരു പരുവത്തിനാക്കി എടുക്കുക ചെയ്യുന്നത്. അതിൻ്റേതായ സമയം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് ടേസ്റ്റ് വരില്ല. പക്ഷെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും ധൃതി കൂട്ടി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നന്നാവുമേ, ചിലപ്പോൾ ധൃതി കൂട്ടി ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് കൊള്ളുകയില്ല. ഇതൊക്കെ നമ്മുടെ കൈവാക്കും നമ്മുടെ സമയവും നമ്മുടെ രീതിയും പോലെയൊക്കെ തന്നെ വരത്തുള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന എല്ലാത്തിനും അതിൻ്റേതായ ഓരോ സമയം എടുത്ത് വേണം നമ്മൾ കറി ഉണ്ടാക്കാൻ. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റാണ്. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആസ് എൻ ആങ്കർ എനിക്കത് ഉണ്ട്. പക്ഷേ എൻ്റെ ജനങ്ങൾക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒട്ടും കാര്യമില്ല. കാര്യം ആർക്ക് എന്ത് ആവശ്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മാറ്റി നിർത്തി ഏത് കാര്യമെന്നോ എന്തെന്നോ ഒന്നും നോക്കാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ചെറിയാൻ ഫിലിപ്പ് സാറാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹത്തെ നമുക്ക് ആനീസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യാം. സർ വരണം. കുറേ നാളുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകരും ഞാനും ഒക്കെ ആഗ്രഹിച്ചാണ് ചെറിയാൻ സാറിനെ ആനീസ് കിച്ചണിലേക്ക് ഒന്ന് കൊണ്ടുവരണം. വളരെ സന്തോഷമാണ് സാർ ഇവിടെ വരുമ്പോൾ. കാര്യം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് സാർ. എന്നാ ആവശ്യം വന്ന് സാറിനോട് പറയുവാന്നേലും പറ്റുന്നിടത്തോളം എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും നല്ല മനസ്സുള്ളൊരു വ്യക്തി ഏതൊരാൾക്കും എവിടെ ഏത് സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നും ഏതൊരാളും ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്താലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും ഇല്ലാന്ന് ഞാൻ പറയല്ല. ഇപ്പം ഞാനാന്നേ പോലും എനിക്ക് ഏത് മേഖലയിലാണോ ഞാൻ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉന്നത പദവിയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ ആയിരിക്കും എല്ലാവരും. പക്ഷെ സാർ അങ്ങനെ ഞങ്ങൾ ജനങ്ങൾ കാണുന്നില്ല. അതെന്താ പറ്റുന്നത്? എവിടെ പോകുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം എൻ്റെ ജീവിതത്തിലില്ല. അതേസമയം കിട്ടിയിട്ടുള്ളത് മുഴുവൻ ലാഭമാണ്. നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. ഞാൻ ആഗ്രഹിച്ച പലതും കിട്ടിയിട്ടില്ല, പക്ഷെ ആഗ്രഹിക്കാത്ത പലതും കിട്ടി. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമത്തോടുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലെക്കുറിച്ച് ഓർമ്മിക്കാറില്ല, ഇന്നതിനെക്കുറിച്ച് ഓർമ്മിക്കാറുള്ളൂ. അങ്ങനെയുള്ളൊരു അവസ്ഥയുള്ളതുകൊണ്ട് എനിക്കൊരിക്കലും ദുഃഖമില്ല. എപ്പോഴും ഞാൻ വളരെ പ്രസരിപ്പോട് പോകുന്നത് അങ്ങനെ ഒരു മാനസികാവസ്ഥ എനിക്കുള്ളതുകൊണ്ടാണ്. സർ ശരിക്കും സാർ പഠിച്ചു തുടങ്ങി, സ്കൂൾ ഡേയ്സ് കഴിഞ്ഞു, കോളേജ് ഡേയ്സിൽ കയറുമ്പോഴായിരിക്കും ഏതൊരു വ്യക്തിക്കും രാഷ്ട്രീയം നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്. ഈ ഒരു രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ സെലക്ട് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. ഇപ്പം ഞാൻ ഒരു ഡോക്ടർ ആവണമെന്ന് ചിന്തിക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടമാണ്, എനിക്കൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം. ഇതേപോലെ സാറിൻ്റെ കോളേജിലേക്ക് സാറ് കയറുമ്പോൾ, സാറ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഇതെൻ്റെ മേഖല ഇതാണ് എന്ന് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ വന്നു. 12ാം വയസ്സിൽ രാഷ്ട്രീയത്തിൽ വരികയാണ്. തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിലെ ലീഡറായിട്ടും യൂണിറ്റ് പ്രസിഡൻറ്റുമായിട്ടാണ് വരുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയാണ് KSU പ്രസിഡന്റ്, ആൻ്റണി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. അന്ന് മുതൽ ഉമ്മൻചാണ്ടിയുമായിട്ടും ആൻ്റണിയുമായിട്ടും കെ കരുണാകരനുമായിട്ടും 12 വയസ്സ് മുതൽ എനിക്ക് ബന്ധമുണ്ട്. ആനിയുടെ പിതാവ് ജോബിക്ക് ഇത് അറിയാമായിരിക്കും. കാരണം ആനിയുടെ പിതാവ് ജോബി ആ സമയത്ത് എൻ്റെ സുഹൃത്താണ്. ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലെത്തുമ്പോഴും
ജോബിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ രണ്ടുപേർ, വിനോദും സുരേഷും, അവർ രണ്ട് സുഹൃത്തുക്കളാണ്. അതിൽ സുരേഷ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത് ആനിയുടെ കുടുംബത്തിൽ നിന്നിട്ടറിയാം. അതെ, അപ്പനൊക്കെ അറിയായിരിക്കും. ശരിയാ ശരിയാ. അപ്പൊ സാർ അന്ന് ആ 12 വയസ്സിൽ തെരഞ്ഞെടുത്താണ്. എന്തായിരിക്കും സാറിന്റെ എയിം? ഒന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലോ, യാദൃച്ഛികമായി സംഭവിച്ചതാണ്. അന്ന് സ്കൂൾ ലീഡർ ആവുന്നു, KSU യൂണിറ്റ് പ്രസിഡന്റ് ആവുന്നു, പിന്നീട് ഇപ്പം ഞാനൊരു രാഷ്ട്രീയ ഭ്രാന്തനായി മാറുകയാണ്. അതാണ്. അപ്പം രാഷ്ട്രീയമല്ലാതെ വേറൊന്നിനെ കുറിച്ച് ചിന്തയില്ല. വെഡഡ് ടു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പോലെയായി. അങ്ങനെ ഞാൻ മുഴുവൻ സമയവും വന്നപ്പോൾ എനിക്ക് ജോലി കിട്ടി. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു എൻ്റെ പിതാവിന് ജോലി. അവിടെ ഞാൻ ടെസ്റ്റ് എഴുതി, എനിക്ക് ഓഫീസർ ടെസ്റ്റായിട്ട് വളരെ മുമ്പ് ജോലി കിട്ടി. മലയാള മനോരമയിൽ ജോലി കിട്ടി. ആ ജോലിയൊന്നും സ്വീകരിക്കാതെ ഞാൻ മുഴുവൻ സമയവും രാഷ്ട്രീയത്തിലേക്ക് പോയത് ആ ഒരു ത്വര കൊണ്ടാണ്, രാഷ്ട്രീയ ത്വര കൊണ്ടാണ്. ആ രാഷ്ട്രീയ ത്വരയിലാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത്. രാഷ്ട്രീയ ജീവിയാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് എന്ന ഒരാളെ നിങ്ങൾ ക്ഷണിച്ചത് തന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടാണ്, രാഷ്ട്രീയ വ്യക്തിത്വമായതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് സ്ഥാനമാനങ്ങളല്ല പ്രശ്നം. ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ ആയിരങ്ങളുടെ ശക്തി, ആയിരങ്ങളുടെ സൗഹൃദ ബന്ധം, ആ സൗഹൃദ ബന്ധമാണ് എൻ്റെ ശക്തി. ശരി, ഓക്കെ സാർ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ സാറിന്റെ ലൈഫിൽ സാറിന് ചെയ്ത പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ് സാർ? യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനായിട്ടാണെങ്കിലും ഞാൻ ചെറുപ്പം മുതൽ തന്നെ എഴുത്തുകാരനാണ്. എൻ്റെ ഒന്നാമത്തെ പുസ്തകം 20-ാം വയസ്സിൽ പ്രസിദ്ധീകരിച്ചു. 25-ാം വയസ്സിൽ എൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കാൽനൂറ്റാണ്ടെന്ന പുസ്തകം കേരളത്തിലെ എല്ലാ മുഖ്യമന്ത്രിയും അതുവരെ ജീവിച്ചിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിയും ചേർന്നാണ് അത് പ്രകാശനം ചെയ്തത്. അന്ന് കരുണാകരൻ 82-ൽ കരുണാകരനാണ് മുഖ്യമന്ത്രി. ആൻ്റണി അധ്യക്ഷത വഹിച്ചു. EMS മുഖ്യ പ്രഭാഷണം എടുത്തു. EK നായനാർ, CH മേനോൻ, CH മധുകോയ, PK വാസുദേവൻ. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങ് BJT ഹാളിൽ അന്ന് നടന്നു. അപ്പം എൻ്റെ കാൽനൂറ്റാണ്ടെന്ന പുസ്തകമാണ് ഇന്നും നമ്മുടെ MA ക്ലാസ്സിലും BA ക്ലാസ്സിലും ഒക്കെ ഹിസ്റ്ററി പൊളിറ്റിക്സ് വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് ജേർണലിസം സ്റ്റുഡൻസിന് അവിടേക്ക് റെഫറൻസ് ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പുസ്തകമാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. അത് ധാരാളം അവാർഡുകൾ കിട്ടി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് എനിക്ക് യുവാവായിരുന്നപ്പോഴത്തേക്ക് കൊണ്ട് എൻ്റെ ജീവസന്ധാരണത്തിൻ്റെ പ്രധാന ഉപാധി അവാർഡ് തുകളായിരുന്നു. അപ്പം അങ്ങനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് പ്രശോഭിക്കാൻ സാധിച്ചു. അപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ഇപ്പം ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഗ്രേഡിലുള്ള ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ IAS കിട്ടുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ആ ഗ്രേഡിൽ IAS കാരനല്ലാത്ത എന്നെ മുഖ്യമന്ത്രി നിയമിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വികസന ദൗത്യങ്ങളുടെ ചുമതലയായിട്ടാണ്. മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള എല്ലാ മിഷനുകളുടെയും കോർഡിനേറ്ററാണ് ഞാൻ. അതായത് ഈ മിഷനുകളുടെ ജനസേവനപരമായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. അതിൽ എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. ഓക്കെ, അല്ല അപ്പൊ സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സാർ ബുക്ക് ഇറക്കി, അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ സാറ് പറഞ്ഞു ഈ ഒരു ബുക്ക് പ്രകാശനത്തിന്റെ സമയത്ത് ഇത്രയും പ്രമുഖ വ്യക്തികൾ നിന്ന ഒരു VJT ഹാളിൽ നിന്നാണ് സാറിന്റെ ബുക്ക് പ്രകാശനം ചെയ്യുന്നതെന്നും പറഞ്ഞു. 12 വയസ്സിൽ സാർ ഉമ്മൻചാണ്ടി സാറിനൂടെയും കരുണാകരൻ സാറിനൂടെയും ഒക്കെ ചേർന്ന സാറ് ഇപ്പൊ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് മാറി? കോൺഗ്രസിൽ നിന്ന് മാറാനുള്ള കാരണം അത് 2001-ലാണ്. കോൺഗ്രസിനുള്ളിൽ ഞാൻ എപ്പോഴും ഒരു പോരാളിയായിരുന്നു. KSUവിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം KPCC സെക്രട്ടറി ആയിരുന്നു. ഒരു MLA സ്ഥാനം MP സ്ഥാനവും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ നിരവധി ആളുകളെ MLA ആക്കാനും MP ആക്കാനും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും ഒരു വലിയ സംതൃപ്തിയാണ്. കാരണം ഞാൻ മുഖേന വന്ന ആളുകൾ എന്നെക്കാൾ ഉയർന്ന പൊസിഷനിലിരിക്കുമ്പോൾ സാധാരണ ചില ഈ പെരുന്തച്ചൻ കോംപ്ലക്സ് ഇല്ലെങ്കിൽ പിതാക്കൾക്കൊക്കെ ഉണ്ടാകുന്നതുണ്ട് മക്കൾ. എനിക്ക് ആ ഇതാണ്. കാരണം ഞാൻ ആരെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഞാനൊരു തത്വത്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് വിട്ടത്. അതായത് അധികാര കുത്തക. കോൺഗ്രസിൽ ഒരാൾ ജനിച്ചു വീണാൽ, ഒരാൾ MLA ആയാൽ മരിക്കുന്നവരെ അവിടെ തന്നെ തുടരും. വേറൊരാൾക്ക് അവസരമില്ല. 2 ടേം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞവർ മാറണമെന്ന് എന്ന ആവശ്യമായിട്ട് ഞാൻ കോൺഗ്രസ് വന്നു. ഉമ്മൻചാണ്ടി എതിർത്തു. അപ്പം ഉമ്മൻചാണ്ടി വളരെ പ്രബലമായ നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ മുറിയിലാണ് 10 ദിവസം ഞാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉമ്മൻചാണ്ടി എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിലെ ലോക്കൽ ഗാർഡിയനായിട്ട് ഒപ്പിട്ടുള്ളതാണ്. എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ അത് ശരിയല്ല തോന്നിയപ്പോൾ ഞാൻ നേരെ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിക്ക് മത്സരിച്ചു. അവിടെ മത്സരിച്ചത് ഞാൻ സ്വതന്ത്രനായിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്നെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൻ്റണി ഉൾപ്പെടെയുള്ള ആളുകളെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഉമ്മൻചാണ്ടിക്കും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു നിലപാടെടുത്ത ശേഷം ഞാൻ ആ നിലപാടിൽ നിന്ന് മാറുന്നത് ശരിയല്ല എന്നൊരു അവബോധം എനിക്കുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നില്ല. ആ സമയം പിണറായി വിജയൻ എന്നോടൊപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന ഒരു ഇത്. ഞാൻ CPM ഇപ്പോഴും അംഗമല്ല. 18 വർഷമായിട്ട് CPM അംഗമായിട്ടില്ല. പക്ഷേ CPM-ൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തുടരുന്നത്. പക്ഷെ തിരിച്ചു പോകുന്നത് മുടിയനായ പുത്രനെ പോലെ തിരിച്ചു പോകുന്നത് ശരിയായല്ല എന്നുള്ളത് അവിടെ ഒരു അഭിമാനബോധത്തിൻ്റെ പ്രശ്നത്തിലായിരിക്കാം.
എന്ന് വെച്ച് കോൺഗ്രസ്സിലുള്ള എല്ലാ നേതാക്കന്മാരും എൻ്റെ ആത്മസുഹൃത്തുക്കളാണ്. AK ആന്റണി രാഷ്ട്രീയ ഗുരുവാണ്. AK ആന്റണി അടുത്ത കാലത്ത് എനിക്ക് അവാർഡ് നൽകിക്കൊണ്ട് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ചെറിയാൻ ഫിലിപ്പിന് അർഹമായ സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കുറ്റബോധം ഇപ്പോൾ എന്നെ വേട്ടയാടുന്നു. അതേസമയം എൻ്റെ രക്ഷകൻ ഇപ്പോൾ പിണറായി വിജയനാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ ഞാൻ ആ അവാർഡ് ഫംഗ്ഷനിൽ പറഞ്ഞതുപോലെ എൻ്റെ വലം നെഞ്ചിൽ ആന്റണിയും ഇടം നെഞ്ചിൽ പിണറായി വിജയനും ഉണ്ട്. രണ്ടുപേരെ എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ സർ, അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. സർ നേരത്തെ പറഞ്ഞു, സർ ഒരു ആള് MLA ആയി കഴിഞ്ഞാൽ 10 വർഷം അത് മാറിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അത് അനുസരിച്ചല്ലാത്തത് കൊണ്ടും സാർ വെച്ച ഒരു സജഷൻ പിന്തള്ളപ്പെട്ടത് കൊണ്ടും സാർ അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞു. ഇതേപോലെ സാർ പറഞ്ഞു, സാറിന്റെ പ്രയത്നം കൊണ്ട് ഇരിക്കുന്ന വ്യക്തികൾ, എല്ലാ സ്ഥാനമാനങ്ങൾ കിട്ടിയ വ്യക്തികളോട് സാറിന്റെ ഓരോ അഭിപ്രായങ്ങൾ പറയാലോ. സർ ഇത് ഇന്ന പോലെ ചെയ്യണം, അത് ഇന്ന പോലെ, തെറ്റും ശരി ഏതൊരു വ്യക്തിക്കും ഉണ്ട്. അതുപോലെ പറഞ്ഞിട്ട് നടക്കാതെ പോയ ഏതെങ്കിലും കാര്യങ്ങൾ? കോൺഗ്രസ്സിലുള്ള ഞാൻ ഉള്ള ആളുകൾ ഒരാൾ പോലും എന്നോട് ഒരു അനീതിയും കാണിച്ചിട്ടില്ല. ഇപ്പം രമേശ് ചെന്നിത്തല, രമേശ് ചെന്നിത്തല സീനിയറായ ആൾ ഞാൻ. രമേശ് ചെന്നിത്തല ഇപ്പോഴും എന്നോട് ആ പഴയ ഒരു സൗഹൃദം പുലർത്തുന്നുണ്ട്. കോൺഗ്രസ്സിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന എല്ലാവരും എന്നോട് ഉള്ള സൗഹൃദത്തിന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ കാണാറുണ്ട്, ലോഹ്യമുണ്ട്. ഇപ്പോഴും ആ ബന്ധത്തിന്, വ്യക്തിബന്ധത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് മാത്രമല്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ വർഷം ഒരു 10-15 വർഷമാകുന്നു. ആ കാലഘട്ടം മുതൽ ഞാൻ ഇപ്പോൾ സിനിമാ രംഗത്തും, ഇപ്പോൾ ഉദാഹരണത്തിന് ബാലചന്ദ്ര മേനോൻ എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ബാലചന്ദ്ര മേനോൻ്റെ സിനിമാ ഷൂട്ടിംഗ് സ്ഥലത്ത് പലപ്പോഴും ഞാൻ പോകാറുണ്ട്. അപ്പോൾ ആനിയെക്കുറിച്ച് തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഓർമ്മ, ഒരു ദൃശ്യം എന്ന് പറഞ്ഞെങ്കിൽ, ഈ ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിലേക്ക് ഈ അന്ന് ഈ സ്കൈ ബ്ലൂ ഷർട്ടുമറ്റുള്ള അല്ലാത്ത ഈ തകരപ്പാട്ട പോലത്തെ ഉള്ള ഒരു ഇതിൽ കുതിച്ച് ചാടി മുന്നോട്ട് പോകുന്ന ആനിയ കുട്ടിക്കാലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ദൃശ്യം എൻ്റെ മനസ്സിലുണ്ട്. ബാലചന്ദ്രൻ പറഞ്ഞു, എൻ്റെ പുതിയ സിനിമയിൽ നായികയായിട്ട് നിങ്ങളുടെ അയൽവാസിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ധരിച്ച എൻ്റെ അയൽവാസി ആരെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് കൊണ്ട് വളരെ മെലിഞ്ഞ ഒരാൾ കൈലിയൊക്കെ എടുത്ത് ഒരു ഇതൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു. ആ കാലം മുതലുള്ള ബന്ധങ്ങൾ, ഇപ്പം ഷാജി കൈലാസും ഞാനും കോളേജ് പഠിക്കുന്ന കാലം മുതലുള്ള ബന്ധങ്ങളാണ്. ഞാൻ സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗങ്ങളിലും എല്ലാം ആ ബന്ധം ഞാൻ പുലർത്തുന്നു. ആ ബന്ധമാണ് എൻ്റെ ശക്തി. ഓക്കെ സർ, ഇപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യം, എന്താ വലത് നെഞ്ചിലെ ആന്റണി സാറും ഇടത് നെഞ്ചിലെ പിണറായി സാറുമാണ്. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന, ഞാനെന്നല്ല, ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്നവർ എല്ലാവരും വിശ്വസിച്ച് പോകുന്ന ഒരു ആചാരവും ചിട്ടയുണ്ടായിരുന്നു. ഇപ്പൊ ഈയിടെ കഴിഞ്ഞ ഒരു ഇഷ്യൂ തന്നെ ഞാൻ ചോദിക്കാം, നമ്മുടെ ശബരിമലയുടെ ഇഷ്യൂ. അത് പിണറായി സാറിന് ഒരുപാട് എന്താ പറയാ ചീത്ത കേൾക്കേണ്ടി വന്നു, തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിശ്വസിച്ച് പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിച്ചതായിട്ട് ഇല്ല, ഒരിക്കലും ഇല്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് ആസ് എ CM അദ്ദേഹം അനുസരിച്ചു. സുപ്രീം കോടതി വിധി മാത്രമല്ല അതിനകത്തുള്ള മർമ്മപ്രധാന വശം. ഞാൻ ഈ ശബരിമല വിധിയെ അനുകൂലിക്കുന്നത് ഹിന്ദുക്കളുടെ ആചാരം എന്നുള്ള മട്ടിലല്ല. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു 10-200 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീയുടെ എന്തായിരുന്നു? കേരളത്തിൽ എന്താ? കേരളത്തിൽ പോലും മഹാകവി ഉള്ളൂരിൻ്റെ ഒരു കവിതയുണ്ട്, ഭാരതക്ഷമേ നിൻ പെൺമക്കൾ അടുക്കളക്കാരികൾ വീടാം കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ നരന്നു ഗർഭദാന പാത്രങ്ങൾ ആജിമാനന്ദം പശുപ്രായകൾ അവലകൾ. അതായത് ഒരു 10-70 വർഷം മുമ്പുള്ള സ്ഥിതി എന്ന് പറഞ്ഞെങ്കിൽ വിദ്യാഭ്യാസം, ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ആണെങ്കിൽ മുഴുവൻ പെൺകുട്ടികളാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു 5% പോലും ഇല്ല. ഒരു 30 വർഷം മുമ്പ് വരെ മാധ്യമ പ്രവർത്തകരായിട്ട് ഒരാൾ പോലും ഇല്ല അല്ല. അപ്പോൾ ആ രംഗത്തെല്ലാം സ്ത്രീകൾ ഇടിച്ചു കയറിയ ഒരു അത്ഭുതം കേരളത്തിൽ നടക്കുന്നു. ഇനിയും ലോകം മുഴുവൻ വിദ്യാഭ്യാസപരമായും വോട്ടവകാശ സ്ത്രീകൾക്കുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടറിൽ സ്ത്രീ പുരുഷ സമത്വം ലോകത്തിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്, ഇന്ത്യൻ ഭരണഘടന പറയുന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി തയ്യാറായപ്പോൾ അത് ആചാരങ്ങളെ ലംഘിക്കുന്നുണ്ടാവാം. അതാണ് ഞാൻ ചോദിച്ചത്, വർഷങ്ങളായിട്ട് പോകുന്ന ആചാരങ്ങളെ നമ്മൾ പക്ഷേ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആചാരങ്ങളെല്ലാം ഒരു വൈകാരികമായ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആ ആചാരങ്ങൾ മാറ്റിയിട്ടില്ലേ, സതി നിർത്തലാക്കിയില്ലേ? ശബരിമലയുടെ പ്രശ്നത്തിൽ നമ്മൾ ആരും ഇതുവരെ അത് വൈകാരികമായ ആളുകൾ കാണുന്നെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാരാംശം ഹിന്ദുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും മനസ്സിലാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കുറച്ച് കാലമെടുക്കും. ഇപ്പോൾ അതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, ലോക്സഭാ ഇലക്ഷനിലെ തിരിച്ചടി ഉണ്ടായിട്ടൊക്കെ ശരിയാണ്. എങ്കിലും ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ 82-ലാണെന്ന് തോന്നുന്നു, 82-ലാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുന്ന സമയത്ത് മേരി റോയുടെ കത്ത് കിട്ടി എനിക്ക്. അതായത് എൻ്റെ പിതൃസ്വത്ത് എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ സഹോദരന്മാർ തരുന്നില്ല. അപ്പോൾ ഈ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശം അനുസരിച്ച് സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ല. അതുകൊണ്ട് അതിനെതിരെ ഞാൻ പ്രതിഷേധിക്കാൻ പോവുകയാണ്. ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട് കോട്ടയത്ത്, വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നേരെ കോട്ടയത്ത് പോയി മേരി റോയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു.
കോൺഗ്രസിൻ്റെ പല നേതാക്കൾ പേരൊന്നും പറയുന്നില്ല പറഞ്ഞു ചെറിയാൻ പിന്നെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ, ക്രിസ്ത്യൻസ് ഒറ്റ വോട്ട് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വോട്ട് കിട്ടണ്ട, ഇതിനകത്ത് പുരുഷ സമത്വം സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള തത്വത്തോട് ഞാൻ ചോദിക്കുന്നു. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു? ബിഷപ്പന്മാരും ക്രിസ്ത്യൻ സഭകൾ മുഴുവനായിരുന്നു ഈ പറയുന്ന പിന്തുടർച്ചാവകാശ നിയമത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി വിധി നടപ്പിലാക്കി മേലുറായി. ഇപ്പോൾ ആദ്യം അംഗീകരിക്കാതിരുന്ന ക്രിസ്ത്യൻ സമൂഹം അംഗീകരിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ഷാബാനു കേസ്, അത് 88-ലാണ്, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. ജീവനാംശത്തിൻ്റെ പ്രശ്നം, മുസ്ലിം ഒരു സ്ത്രീക്ക് ജീവനാംശം കൊടുക്കാത്തതിൻ്റെ പേരിൽ സുപ്രീം കോടതി കൊടുക്കണമെന്ന് വിധിച്ചു. മതമൗലികവാദികളായ മുസ്ലിങ്ങൾ മുഴുവൻ എതിർത്ത് കഴിഞ്ഞ് അവസാനം എന്തുപറ്റി? കോൺഗ്രസ് പാർട്ടി ആദ്യം രാജീവ് ഗാന്ധി ഈ ജീവനാംശം കൊടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ മുസ്ലിം മതമൗലികവാദികൾ മുഴുവൻ എതിർത്തപ്പോൾ രാജീവ് ഗാന്ധി മാറി. ഞാനന്ന് യൂത്ത് കോൺഗ്രസ് നാഷണൽ കൗൺസിലുണ്ട്. അന്ന് മമതാ ബാനർജിയും ഞാനും മാത്രമാണ് യൂത്ത് കോൺഗ്രസ് നാഷണൽ കൗൺസിൽ. അതിന് ബാക്കിയൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ട് മുസ്ലിങ്ങളെ പേടിച്ച്, മുസ്ലിം തീവ്രവാദികളെ പേടിച്ച് മാറി. ഇപ്പം എന്താ, ഇപ്പം കുറച്ചല്പം കൂടിപ്പോയി. മുത്തലാഖ് നിയമം നടപ്പിലാക്കി. അതിൻ്റെ പേരിലുള്ള ശിക്ഷ മാത്രമാണ് ഒരു പ്രശ്നം. കാരണം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളെ വഴിയാധാരമാക്കുന്നതിനെതിരെ കൊണ്ടുവന്ന നിയമം അംഗീകരിക്കുന്നു. അപ്പം നാളെ ശബരിമലയുടെ പ്രശ്നത്തിലും അതിനകത്ത് വൈകാരികമായ പ്രശ്നമുണ്ടെങ്കിലും ആചാര പ്രശ്നമുണ്ടെങ്കിലും സ്ത്രീപുരുഷ സമത്വം എന്ന ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോകം മാറുകയാണ്. ആ മാറ്റത്തിൽ ഇന്ത്യയും കേരളവും പങ്കാളിയാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്ത്രീകളിലും എല്ലാവരും ഉള്ള ഒരു ചോദ്യമാണ്, അയ്യോ അത് വേണ്ടിയില്ലായിരുന്നു, അത്ര ശുദ്ധവും വൃത്തിയോടെയും കൂടെ അയ്യപ്പനെ നോക്കി പോയിട്ടുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പണ്ട് കാലത്ത് അല്ല, ഇപ്പോഴത്തെ വിശ്വാസമാണ് അവിടെ സ്ത്രീകൾ കയറി പോയാൽ അയ്യപ്പൻ എന്തോ സംഭവിക്കുന്നുള്ളത്. അയ്യപ്പനൊന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ കേട്ട ആചാരങ്ങളും എങ്കിൽ പിന്നെ ആദ്യമേ ആയിക്കൂടായിരുന്നു, ഇതിനൊരു വിലക്ക് കൽപ്പിക്കില്ല. അല്ല, അതായത് കാലക്രമേണ ഇതെല്ലാം മനസ്സിലാക്കി ആളുകൾ അതിലേക്ക് വരും. ഭക്തരുടെ ഒരു വിഷമമായി പോയി. ഭക്തരുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ ആ വിശ്വാസത്തെക്കാളും പ്രധാനമായിട്ട് സുപ്രീം കോടതിയാണ്. പിണറായി വിജയൻ അല്ലല്ലോ വിധി കൊണ്ടുവന്ന്. ഇപ്പൊ പിണറായി വിജയനാണ് വിധി കൊണ്ടുവന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാഗം ഞാൻ സമ്മതിച്ചു. കാര്യം സുപ്രീം കോടതി അങ്ങനെ വിധി ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ഭരണഘടനാ ബെഞ്ച് എടുക്കാനുള്ള കാരണം സ്ത്രീ പുരുഷ സമത്വ ബന്ധത്തിൽ നിന്ന് മാറാൻ ഒരു മതത്തെ അനുകൂലിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു സാർ. സുപ്രീം കോടതി CM അദ്ദേഹത്തിന് അനുസരിച്ചേ പറ്റുള്ളൂ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും മലയാളികളായ ഞങ്ങളത് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ പുതിയ നവകേരളം എന്ന സാറിന്റെ പദ്ധതിയുടെ സാർ നോക്കുന്നുണ്ട്. അതിനെപ്പറ്റി സാറിന്റെ ഒരു വിഷൻ എന്താണ്? നവകേരളം കർമ്മ പദ്ധതി എന്നുള്ളത് LDF ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയാണ്. അതായത് ജനകീയ വികസന ദൗത്യങ്ങളാണ്. ഒന്ന് ലൈഫ് മിഷൻ, അതായത് കേരളത്തിൽ വീടില്ലാത്ത രണ്ട് തരത്തിൽ വീടെന്ന് പറഞ്ഞെങ്കിൽ ഭൂമിയും ഇല്ല വീടുമില്ല, ചിലർക്കാണെങ്കിൽ ഭൂമിയുണ്ട് വീടില്ല, ഇങ്ങനെയുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള സംരംഭമാണ്. അത് ഭൂമിയുള്ളവർക്കെല്ലാം വീട് കൊടുക്കാനുള്ള സംരംഭം 1 ലക്ഷം പൂർത്തിയായി. ഇനി ഈ ഡിസംബറോടുകൂടി 2 ലക്ഷമാവും. അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോകുന്നത് ഭൂമിയും സ്ഥലവും വീടുമില്ലാത്തവർക്ക് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, അതിനുള്ള സ്ഥലം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു വർഷത്തിനുള്ളിൽ അവർക്കെല്ലാം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ പദ്ധതി. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത്. ഒന്ന് വിദ്യാഭ്യാസ യജ്ഞം. ഒരു കാലത്ത് കേരളം വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിന്നാണ്. കാരണം കേരളത്തിൽ നിന്ന് SLC പാസ്സായ പോയ ആളുകൾ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി, എമോമത്തായി. SLC മാത്രം ഉണ്ടായിരുന്ന BP മേനോൻ, വല്ലഭായ് പട്ടേലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. അപ്പോൾ ഇവിടുത്തെ SLCക്ക് പോലും വലിയ വില ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസം പോലും തകരുകയായിരുന്നു. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യജ്ഞമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഭൗതിക സാഹചര്യങ്ങളും നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കാണ് ആളുകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് ആളുകൾ പ്രവഹിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 3.5 ലക്ഷം ആളുകൾ ഈ സർക്കാർ സ്കൂളിലേക്ക് പുതിയതായിട്ട് വരികയാണ്. അപ്പോൾ സർക്കാർ സ്കൂളുകളുടെ നിലവാരത്തി എനിക്കൊന്ന് ലോകത്താദ്യമായിട്ട് വികസിത രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കി വിപ്ലവാത്മകമായ ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതൊരു വലിയ അത്ഭുതമാണ്. ആർദ്രം ആരോഗ്യ സുരക്ഷയുടെ കാര്യത്തിൽ അത്ഭുതകരമായ വളർച്ചയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായത്. അപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ഗ്രാമങ്ങളിൽ പോലും കുടുംബാരോഗ്യം ചെന്നാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, വളരെ തുച്ഛമായ ഇതൊക്കെ. ജീവിതശൈലി രോഗങ്ങൾക്ക് അപ്പം തന്നെ മരുന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ താഴെ തലത്തിൽ തന്നെ വിപ്ലവം. കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബായി. കാത്ത് ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മാത്രം ഉണ്ടായിരുന്ന അതായി. എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി. തിരുവനന്തപുരം കണ്ണാശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ആരോഗ്യ സുരക്ഷയിൽ ലോകമാതൃകയായി കേരളം മാറുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നാണ് ഈ പറയുന്ന നിപ്പ.
അപ്പോൾ അത്തരം രോഗങ്ങൾ വന്നാൽ കണ്ടെത്താനും പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അത് നേതൃത്വം കൊടുക്കുന്നത് ആർദ്ര മിഷനാണ്. ആർദ്ര മിഷൻ്റെയും കോർഡിനേറ്റർ ഞാനാണ്, മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ മന്ത്രിയാണ്. പിന്നുള്ളത് ഹരിത കേരളം. ഹരിത കേരളത്തിൽ 3 മിഷനാണുള്ളത്. ഒന്ന് ശുചിത്വ കേരളം, അതായത് ഉറവിട മാലിന്യ സംസ്കരണം. നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിച്ച് കമ്പോസ്റ്റ് വളമാക്കി മാറ്റുക, ജൈവ പച്ചക്കറിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത്. നഗരങ്ങളിലെ പരിപാടികൾ പലരും നടന്നില്ല. കാരണം നഗരങ്ങളിൽ പരിസര ദൂഷണമില്ലാത്ത പ്ലാന്റുകളാണ് ആലോചിച്ചു. ഇപ്പോൾ കോഴിക്കോട് ആരംഭിച്ചു, എറണാകുളത്ത് ആരംഭിച്ചു, തിരുവനന്തപുരത്ത് ഒരു വിവാദം വന്ന് പെരിങ്ങമല ആളുകൾ സമ്മതിക്കുന്നില്ല. അപ്പം നഗരങ്ങളിൽ ഈ പറയുന്ന കുഴിയെടുത്ത് ഉറവിട മാലിന്യ ശ്രമം നടക്കില്ല. അവിടെ ഈ പറയുന്ന പ്ലാന്റ് തന്നെ വേണം. ഇപ്പം ഡെങ്കിപ്പനിയും ചിക്കൻ കുനിയും ഒക്കെ അല്പം കുറയാനുള്ള കാരണം എന്താ? കാരണം ആരോഗ്യകാര്യത്തിൽ ഉള്ള പരിരക്ഷയ്ക്ക് കാരണം ശുചിത്വ കാര്യത്തിലുള്ള താഴെത്തറയിലുള്ള ശ്രദ്ധയാണ്. ഇപ്പോൾ ഓണച്ചന്ത വരാൻ പോവാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഏതാണ്ട് ആയിരക്കണക്കിന് ഓണച്ചന്തകളിൽ ജൈവ പച്ചക്കറികൾ വിതരണം ചെയ്യുകയാണ്. അത് വലിയ ചട്ടമല്ലേ? അതുപോലെ ജലസംരക്ഷണം, കിണറുകളും കുളങ്ങളും തോടുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ട പദ്ധതി, അതാണ് ജലസംരക്ഷണം. അപ്പോൾ അങ്ങനെ കേരളത്തെക്കുറിച്ച് ഭാവനാപൂർവമായ ഒരു പരിപാടിയാണ് നവകേരളം കൺമുഖം. അതിൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നേട്ടം. സർ ഇപ്പോൾ പറഞ്ഞു, സർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത വിശ്വസ്തനായിട്ട് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് സാർ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരുടെ ഇതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് സർ. ഇപ്പം നമുക്കൊരു പ്രളയം ഉണ്ടായി, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പ്രൂഫില്ല കാണിക്കാൻ. അവർക്ക് ഭൂമി ഉണ്ടായിരുന്നെന്നും കാര്യങ്ങൾ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് പ്രൂഫില്ല അവരുടെ ഇപ്പം കാണിക്കാൻ. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണ്. പക്ഷേ ഇന്നും ആൾക്കാരുടെ ഇടയിൽ ഒരു പ്രയാസം നിറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് 10,000 രൂപ പോലും കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അതെന്തുകൊണ്ട് സർ ഫുൾഫിൽ ചെയ്യാത്തത്? 10,000 രൂപ കിട്ടിയില്ല എന്ന് പറയുന്നത് വെറും ഒരു വ്യാജ പ്രചരണമാണ്. അല്ല, അവരൊരിക്കലും ഒരു ജീവിതത്തെ അതല്ല ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഈ കൊടുക്കേണ്ടത് ആരാണ്? വില്ലേജ് ഓഫീസറും മറ്റുമൊക്കെയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ രേഖകളില്ലാത്ത ആളുകൾ കൊടുക്കാൻ അവർക്ക് പ്രയാസം വരും. അല്ല സർ, ഇപ്പൊ രേഖകളിൽ എങ്ങനെ അവർ എവിടുന്ന് അതുപോലും ഈ പറയുന്ന കിട്ടാതെ വന്നിട്ടുള്ളത് നേരത്തെ എങ്ങനെ പ്രചരണം ഉണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം, ഈ ഭൂമിയുള്ളവർക്കെല്ലാം 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവർക്ക് അനുബന്ധമായി കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഈ പുറമ്പോക്കിലുള്ള ആളുകളെയൊക്കെ ആ സ്ഥലത്ത് രേഖയില്ലാത്തതാണ്. അവർക്ക് പുതിയ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കളക്ടർമാരുടെ നേതൃത്വത്തിൽ പുറത്തു നടക്കുകയാണ്. അത് ഈ പറയുന്ന നദിയോരങ്ങളിൽ തന്നെ വീട് വയ്ക്കാൻ പറ്റില്ലല്ലോ, അല്പം ദൂരെയാണ്. അത്രയും ദൂരെ പോകാൻ അവർക്ക് തയ്യാറില്ല. അപ്പോൾ അതും ഈ പറയുന്ന യുദ്ധകാലാടിസ്ഥാനം നടക്കുന്നുണ്ട്. പ്രളയവുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ടിട്ടുള്ള പരിപാടികൾ മുഴുവൻ നടപ്പിലാക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ 2 മാസം കൃത്യമായി നടന്നു. പുനരധിവാസ പ്രവർത്തനം നടന്നു. ഇപ്പോൾ റീബിൽഡ് കേരള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യക്തികൾക്കുണ്ടായ നഷ്ടത്തെക്കാളും വലിയ നഷ്ടമുണ്ടായ സർക്കാരിനാണ്. സർക്കാരിൻ്റെ എത്ര റോഡുകളാണ് പോയത്? ലോകബാങ്കിന്റെയും ADBയുടെയും ഒക്കെ സഹായത്തോടു കൂടി ആ റോഡുകൾ പുനരുദ്ധരിപ്പിക്കാനുള്ള. എന്നാലും സാർ, നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇഷ്ടംപോലെ ഫണ്ട് നമ്മുടെ കേരളയിലേക്ക് വന്നതല്ലേ? ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വ്യക്തിപരമായിട്ടും ആൾക്കാർ നമുക്ക് ഇഷ്ടംപോലെ ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തെളിയിച്ചതാണ് മീഡിയയിൽ. അല്ല, 4,000 കോടി രൂപ മാത്രമാണ് വ്യക്തികൾ കിട്ടിയത്. ഗൾഫ് രാജ്യങ്ങളിൽ എത്താൻ തയ്യാറായിരുന്നു, കേന്ദ്ര സർക്കാർ സമ്മതിച്ചില്ല. മന്ത്രിമാർ കേന്ദ്ര സർക്കാരിൽ നമുക്ക് കിട്ടിയില്ലേ? കേന്ദ്ര സർക്കാർ കിട്ടിയ തുച്ഛമാണ്. 500 കോടിയോളം. അത് 500 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ലേ? ഹെലികോപ്റ്ററിന്റെ വാടക വാങ്ങിച്ചാണ് പറയുന്നത്. അല്ല, എന്നാലും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയെന്നും അല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് അർഹമായി കിട്ടിയിട്ടില്ല. ഉറപ്പാണ്. പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പൊതുജനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനേക്കാൾ കൂടി തുക കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നടന്നില്ല. അപ്പോൾ ഇന്ന് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഈ പണമില്ല എന്നുള്ളതാണ് പ്രശ്നം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. അത് സാർ, ഞങ്ങൾ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇത്രയും കോടികൾ സർക്കാരിലേക്ക് വന്നു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ കാശ് എത്രയുണ്ടോ അത് എവിടെയാണ് ചെലവാക്കിയെന്നുള്ളത് നിയമസഭയിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായ കണക്കുകളുണ്ട്. അതൊന്നും വകമാറ്റി ചിലവാക്കിയിട്ടുമില്ല. അപ്പൊ നമ്മൾ ഈ മീഡിയയിലൊക്കെ കാണുന്നത് നമ്മുടെ ഓരോ വ്യക്തികൾ വന്നു നിന്നിട്ട് അയ്യോ സാറേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, നമ്മൾ അതല്ലേ കാണുന്നത്. അവരൊരിക്കലും ഒരു മീഡിയ നോക്കി അല്ലെങ്കിൽ ഒരു മീഡിയ ഒരു കള്ളത്തരത്തിലെത്ത് പോയി ചെന്ന്. മീഡിയകളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. കാരണം ഗവൺമെന്റിന് വിരുദ്ധമായ എന്തെങ്കിലും വാർത്തകൾ കൊടുത്താൽ മാത്രമേ ആളുകൾ കാണുകയുള്ളൂ. അതാണ് ഒരു അതുകൊണ്ട് ചെയ്യുന്നത്. ഒരു സെൻസേഷൻ ഉണ്ടാക്കാൻ. അല്ലാതൊന്നുമില്ല. ചില ബാലാരിഷ്ടതകളുണ്ട്, സമ്മതിക്കുന്നു. ആ ബാലാരിഷ്ടതകൾ പരിഹരിക്കും. ഒരു മാരകമായ പ്രവർത്തന പരാജയമൊന്നും ഉണ്ടായിട്ടില്ല. ചില വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ പർവ്വതീകരിക്കുന്നു ചില മാധ്യമങ്ങൾ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഇപ്പം നവകേരളത്തിന്റെ മുന്നിൽ സാർ ഫ്ലാറ്റുകൾ അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫ്ലഡ് വന്ന് പോയവർക്ക് ഇതേപോലെ ഒരു ഫ്ലാറ്റ് ചെയ്തു കൊടുത്താൽ അവർക്ക് അവരുടെ ലൈഫ് തീർച്ചയായിട്ടും ഫ്ലഡിലുള്ള ആളുകൾക്കുള്ള സ്ഥലം ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോ അവിടെ ഫ്ലാറ്റ് ചെയ്തു കൊടുക്കും. ഒരു 6 മാസത്തിനുള്ളിൽ കൊടുക്കും.
കിട്ടാത്തവർക്ക്. അല്ല, ഇപ്പൊ വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ 4 ലക്ഷം രൂപ കൊടുക്കുന്നു, അതല്ല കൊടുത്തു കഴിഞ്ഞു. കൊടുക്കുന്നു അവർക്ക്. ഇപ്പൊ 4 ലക്ഷം രൂപയ്ക്ക് നമുക്കറിയാം ഇന്നത്തെ സ്ഥിതി പക്ഷേ 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്ഥലത്ത് പഞ്ചായത്തുകളും സാമൂഹിക സംഘടനകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുന്നത് കൂടാതെ കൂടുതൽ വ്യക്തിപരമായി കൊടുത്തവരുണ്ടാവും. അപ്പൊ 4 ലക്ഷം രൂപ സർക്കാർ കൊടുത്തെങ്കിൽ അതിനേക്കാളും വലിയ വീടുകൾ വയ്ക്കുന്നവരുണ്ട്. പൊതുവെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല സമീപനം തന്നെയാണ്. ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവർക്കും എല്ലാം കിട്ടുന്നുള്ളത് വാക്കാൽ ഉറപ്പായിട്ടും. അപ്പൊ അതിനകത്ത് ഒരു സംശയവുമില്ല. ഓക്കെ സർ, ഇനി സാറ് നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റിന്റെ KTDCയുടെ ചെയർപേഴ്സൺ ആയിരുന്നു സാറ്. അപ്പൊ അതിനകത്ത് ഇനി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ, ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? നമ്മളാണ് ഇവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് ടെക്നോ പാർക്ക് വരുന്നത്. പക്ഷേ നമ്മളെക്കാളും മുകളിൽ ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ വന്നു, ചെന്നൈയൊക്കെ വന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ടെക്നോ പാർക്കുകളും അതിനോടൊപ്പമുള്ള ഇതുകളൊക്കെ കുറേ കൂടി മുന്നോട്ട് പോവുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം ടൂറിസം മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടായി. കേരളത്തിൽ അവർക്ക് ആകെയുള്ളത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ കമ്പോളവൽക്കരണമാണ് കേരളത്തിലെ ടൂറിസം. പ്രകൃതിക്കപ്പുറം ഈ പറയുന്ന ചരിത്ര വസ്തുതകളോ എൻജോയ്മെൻറ്റിനോ ഉള്ള അവസരങ്ങളില്ല. നൈറ്റ് ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ടൂറിസ്റ്റുകൾ. അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം കേരളത്തിലെ ടൂറിസത്തിന് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ചെറിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു പത്രസമ്മേളനത്തിൽ ടൂറിസം മന്ത്രി പറഞ്ഞായിട്ട് കണ്ടു, ഈ വർഷം ഈ പ്രളയം ഉണ്ടായിട്ട് പോലും വിദേശികളുടെ എണ്ണം ഈ വർഷം വളരെ കൂടി. അതൊരു വലിയ ആശ്വാസകരമായ കാര്യമാണ്. സർ, അതേപോലെ ഞാൻ എപ്പോഴും ആര് വന്നാലും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ പാർവതി പുത്തനാർ എന്തുകൊണ്ടാണ് സർ ഇപ്പോഴും ശരിയാവാത്തത്? അത് ശരിയായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ടൂറിസത്തിൻ്റെ ഒരു എന്താ പറയുക, ട്രാവലിൻ്റെ തന്നെ ഒരു വലിയൊരു ലിങ്കിങ് സാധനമല്ലേ? അതിപ്പോൾ ഇപ്പോഴും പായലടിഞ്ഞും അതൊന്നും ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാതെ. പാർവതി പുത്തനാർ ശുചീകരണം എന്നുള്ളത് പ്രഹസനമാണ്. ഞാനൊക്കെ സ്കൂൾ കുട്ടിയായിരുന്ന കാലം മുതലേ പാർവതി പുത്തനാർ ശുചീകരണം എന്ന് പറഞ്ഞാൽ അവിടെ പോകാറുണ്ട്. അത് ശുചീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം കഴിഞ്ഞാൽ പോവും. കാരണം ശുചീകരിച്ചാൽ മാത്രം പോരാ, നിലനിർത്തണം. അതിനുള്ള സംവിധാനമില്ല. അതിനു വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ, പിന്നെ മാത്രമല്ല നമ്മുടെ വേളിക്കായൽ, പാർവതി പുത്തനാർ പോയി വേളിക്കായലിലേ പോകുന്നത്, അല്ലെങ്കിൽ ആക്കുളം കായൽ. അത് കഴിഞ്ഞിട്ട് വേണം ചാന്താങ്കര തൂർ വഴി വർക്കല വഴി ദേശീയപാത പോകാൻ. നമുക്കറിയാമല്ലോ, ഞാൻ KTDC ആയിരുന്നു, വേളി ടൂറിസം വില്ലേജ് KTDC കീഴിലാണ്. അതിലെ വെള്ളത്തിൽ അറിയാതെ നമ്മളൊന്ന് തൊട്ടുപോയി ആ ചൊറി കുടിക്കും. അപ്പം ഈ നമ്മുടെ വേളി കായൽ പോലും ഇന്ന് എന്താണ് മലിനജല തടാകമാണ്. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പല കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഇച്ഛാശക്തി ഗവൺമെൻറ് വേണം. അത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ എന്തുകൊണ്ടറിയാം, കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ പല കാര്യത്തിൽ നടക്കാതെ പോയി നമ്മുടെ പ്രളയമാണ്. ഇന്ന് തന്നെ ഇപ്പോൾ പ്രളയത്തെക്കുറിച്ച് വടക്കൻ കേരളം മുഴുവൻ പ്രളയത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം നമുക്കൊരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ദുരന്തഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതെ സാർ, ഇതെല്ലാം കഴിയുന്നില്ല എന്നൊരു വാക്കുകൾ മാത്രം പറഞ്ഞത് ഒരു എക്സ്ക്യൂസ് ആയി പോകില്ലേ? അല്ലല്ല, ഗവൺമെന്റിന് ഇച്ഛാശക്തിയുണ്ട്. പക്ഷേ പ്രായോഗികമായ വിഷമതകളാണ് ഞാൻ പറഞ്ഞത്. കഴിയുന്നില്ലെന്നല്ല, പ്രായോഗികമായ വിഷമങ്ങൾ. ഇപ്പൊ സാറ് തന്നെ കുഞ്ഞുനാൾ മുതൽ ഈ പാർവതി പുത്തനാറ് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും പോയി, എല്ലാവരുടെ മനസ്സിലും, അതായത് രാഷ്ട്രീയം എന്നല്ല, എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലും ഉണ്ട് ഇതൊന്ന് വൃത്തിയാക്കും. ഇപ്പൊ ഞാൻ പോകാറില്ല, കാരണം അത് എഴുതി തള്ളപ്പെട്ടു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചെയ്യേണ്ടത് അതായത് വൃത്തിയാക്കാൻ വേണ്ടി സാമൂഹ്യ സംഘങ്ങൾ വിചാരിച്ച് നടക്കത്തില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ട്രൈ ഉണ്ടാവണം. അല്ല, അത് സാർ ശ്രമിച്ചാൽ പറ്റില്ല. ഇപ്പുറത്തെ ഭാഗത്ത് പിണറായി സാറാണ് ഇരിക്കുന്നത്. അതല്ല, അത് ഗവൺമെന്റിനെ സംബന്ധിച്ചത് പാർവതി പുത്തനാർ മാത്രമല്ല, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ ഉള്ളൂ, ഗ്രാജുവലായി നടക്കും. അത്രേ ഉള്ളൂ. അതിപ്പോ സാർ കുഞ്ഞുനാൾ മുതലേ പാർവതി പുത്തനാർ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ മക്കളായപ്പോഴും പാർവതി പുത്തനാർ എത്ര വരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിൽ നിന്ന് ഒരു പുരോഗമനവും കാണുന്നില്ല. വേറൊന്നും കൊണ്ടല്ല സർ, ഈ പറഞ്ഞൊരു നല്ലൊരു ജലപാതയാണത്. നമുക്ക് നല്ല എന്താ പറയാ, ഒന്നുമില്ല, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എങ്ങനെ പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സാധനമാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഈ വള്ളക്കടവിൽ നിന്ന് വേലി വരെ വള്ളത്തിൽ പോയിട്ടുണ്ട്. ഇല്ലേ? അപ്പൊ അത് നമുക്ക് എന്തുകൊണ്ട് വള്ളത്തിൽ പോകാനുള്ള ധൈര്യമില്ല, കാരണം നാറ്റം കൊണ്ട് ഒരു രക്ഷയില്ല. അല്ല, അത് ഇപ്പൊ പിന്നെ എത്ര ബസ് അപകടങ്ങളെല്ലാം സംഭവിച്ചു. കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് ഇരയാവുന്നത്. അപ്പൊ അതിനൊരു തിട്ട കെട്ടുക, അതിന് പൊക്കത്തിൽ തന്നെ കെട്ടുക. ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അതിനു വേണ്ടി അല്ല, അത് ദേശീയ ജലപാതയെ ബന്ധപ്പെട്ട പദ്ധതിയുണ്ട്, അത് നടപ്പിലാക്കാൻ കഴിയും. അതിന്റെ കൂടെ പാർവതി പുത്തനാറിനെയും കൂടെ, കാര്യം നമ്മുടെ നാട്ടിലെ ഒരു ഇതാണ്. പാർവതി നന്നാക്കാൻ പറ്റുമെന്നല്ല ഞാൻ പ്രതീക്ഷ. നന്നാവണം, ഉണ്ടാവട്ടെ. അച്ഛാ, ഞങ്ങൾക്ക് അതൊക്കെ വലിയൊരു പ്രതീക്ഷയാണ്. നവകേരളം എന്ന് പറയുന്നത്, അതേപോലെ ശശി തരൂർ സാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ട്രിവാൻഡ്രം സിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഞങ്ങൾ ആരും കണ്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഞങ്ങളുടെ ഒരു ജനങ്ങൾക്ക് തരുന്ന ഒരു പ്രതീക്ഷ അനുസരിച്ച് ഞങ്ങൾക്ക് തിരിച്ചൊന്നും
അതിനുള്ളത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സംശയങ്ങൾ, എനിക്കെന്നല്ല എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട് സാർ. അതിങ്ങനെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ചോദ്യങ്ങളായി പറ്റില്ല സാറിന്. ഇനി ഫുഡ് വിളമ്പണ്ടേ, നാട്ടുകാർ എന്നെ തല്ലും. സാർ, ഇപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പണ്ടത്തെ പോലത്തെ ഉള്ള ഒരു രാഷ്ട്രീയം, ക്യാമ്പസ് രാഷ്ട്രീയം അല്ല ഇപ്പൊ കുറച്ചുകൂടെ ഒരു വയലൻസ് കയറിയിട്ടുണ്ടോ എന്നൊരു ഭയങ്കര സംശയം എനിക്ക്. പോലീസിന്റെ തല്ല് മുഴുവൻ കൊള്ളുന്ന ഈ കൊച്ചുങ്ങളും എന്നേച്ച് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ദണ്ണവും തട്ടുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവത്തിന്റെ പേരിൽ അതാണ് കേരളം മുഴുവൻ എന്ന് പറയുന്നത് അർത്ഥമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വയലൻസ് കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് കുട്ടികൾ വരുന്നത് രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ അവർ ബലിയാടായി പോകുന്നുണ്ടോ എന്നൊരു സംശയം, അത്രേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഏത് രംഗത്തായാലും ചില ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. സാറ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ട് തന്നെ. പിന്നെ എൻ്റെയൊക്കെ രാഷ്ട്രീയം എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലീസിനോടൊക്കെ മല്ലിട്ട് ജയിലിലും ആശുപത്രികളിലും ഒക്കെ കിടന്നു തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അന്നത്തെ പോലെ അല്ല. പക്ഷെ അന്ന് പോലെ വിദ്യാർത്ഥി രംഗത്ത് കഴിവുള്ള ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ പ്രസന്റ് പൊളിറ്റിക്സിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? പ്രസന്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPI ഉണ്ട്. തുറന്നു പറഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായ ചില നന്മകളുണ്ട്, തിന്മകളുണ്ട്. എല്ലാ പാർട്ടികളിലെയും നേതാക്കന്മാർ ഒരു പരിധിവരെ നല്ല നേതാക്കന്മാരാണ്. പക്ഷേ എല്ലാ പാർട്ടികളിലും ആ പാർട്ടികളെ തന്നെ തകർക്കുന്ന വിഷവത്തുകളുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു മലിനീകരണം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, അപ്പൊ ഞങ്ങൾ ജനങ്ങൾക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒരു വിഷൻ ഇല്ലാത്ത ലീഡർഷിപ്പ് ആണ് ഇപ്പൊ നടക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഇപ്പൊ സാർ ഇരിക്കുന്ന മേഖലകളിൽ സാറിന് എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്ലസ് ചെയ്യാൻ? അതായത് നവകേരള കർമ്മ പദ്ധതി ഒരു പദ്ധതിയാണ്, അത് പൂർത്തിയാക്കാൻ പറ്റും. പിന്നെ പറയാനാണെങ്കിൽ ഒറ്റവാക്കി പറയാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടം പോലെ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ, ഇപ്പോൾ നേരത്തെ പാർവതിപുത്രനാണ് പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്ഥലത്തെക്കുറിച്ചും ധാരാളം ഇതുണ്ട്. അത് ഒറ്റ വാക്കിൽ പറയാൻ സാധ്യമല്ല. കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും, ഉദാഹരണത്തിന് വിദേശങ്ങളിൽ പോയി കഴിയുമ്പോഴാണ് നമുക്ക് കേരളത്തെക്കുറിച്ച് ഇത് വരുന്നത്. ഇപ്പോൾ തന്നെ ഭക്ഷണം, നമ്മൾ വിദേശത്ത് എവിടെ പോയാലും നമ്മൾ ഭക്ഷണം കിട്ടും. പക്ഷേ എങ്കിലും ഇവിടുത്തെ നാടൻ ഭക്ഷണം കഴിച്ചാലും നമുക്ക് തൃപ്തിയുള്ളൂ. അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്നത്, എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളാൻ കഴിയും. കാരണം കേരളത്തിലുള്ള രാഷ്ട്രീയത്തായാലും ഏതായാലും എന്തുകൊണ്ടും മികച്ചതാണ്. അത് കുറെ കൂടെ മികച്ചതാക്കാൻ നമുക്ക് സാധിക്കും. സാർ, എഴുത്തിൽ കൂടി ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത് ഇന്ന പോലെയാണ്. അത് പുസ്തകമായിട്ടല്ല, ഞാൻ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ. കുട്ടിക്കാലം മുതൽ തന്നെ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളൊന്നും പലതും ഇപ്പോൾ സൂക്ഷിച്ചിട്ടില്ല, എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ പല ലേഖനങ്ങളും ഇപ്പോഴും പ്രസക്തമാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അതുകൊണ്ട് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ദീർഘായുസുണ്ടെങ്കിൽ മരണം വരെയും നമ്മൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇടപെടുകയും മരിക്കുന്നവരെ പ്രതികരിക്കുകയും ചെയ്യും. താങ്ക് യു സർ. ഈ ഒരു വാക്ക് കിട്ടിയാൽ മതി. കാരണം ജനങ്ങൾ എത്രയായാലും ഓരോരുത്തരും ഇവിടെ വരുമ്പോഴും ഞാൻ ഇത് തന്നെയാണ് അവരിൽ നിന്ന് വാങ്ങുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വാക്കാൽ കിട്ടുന്ന ഒരു സമ്മതമാണ്. അല്ലാതെ ഇതിലപ്പുറം എന്നെ സംബന്ധിച്ചായാലും എൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചായാലും അവർക്ക് വേറൊരു വാക്കില്ല. അതേപോലെ സാർ നേരത്തെ പറഞ്ഞു, പ്രളയം വന്നപ്പോൾ ഭൂമി നഷ്ടപ്പെട്ട കുറേ ആൾക്കാർക്ക് സഹായമായി നമ്മുടെ സർക്കാർ എത്തും. അവർക്കൊരു എന്താ പറയുക, ഒരു ചെറിയൊരു കുടിലാണെങ്കിലും അവർക്ക് കിട്ടട്ടെ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് എൻ്റെ എന്നല്ല, കിട്ടാതെ പോയവരുടെ ദുഃഖം കാണുമ്പോൾ സഹിക്കുന്നില്ല. നമുക്ക് വാക്കാൽ പറയാം സാർ, പക്ഷെ പ്രാക്ടിക്കൽ അതാണ്. ആ ആനയുടെ കരുണയെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം ആ കരുണയാണ് നമ്മുടെ എല്ലാം ശക്തി. ഞാൻ ആനയുടെ കരുണ അനുഭവിച്ച ആളാണ്. കാരണം അടുത്ത ദിവസത്തിൽ ഞാനവിടെ ഒരു വീട്ടിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുമ്പോൾ തട്ടി വീണപ്പോൾ അപ്പം ഞാൻ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോൾ ആന പോയി ഫ്രിഡ്ജിൽ നിന്നും ഇതെടുത്തുകൊണ്ട് വന്നു, ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വന്ന് ഒരു തൂവാലയിൽ പൊതിഞ്ഞ് അന്ന് നെറ്റിയിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പം തന്നെ അത് ആ ഒരു പ്രാഥമികമായി ചെയ്തില്ലായിരുന്നെങ്കിൽ അത് ഒരു 2 ആഴ്ച അവിടെ തന്നെ കല്ലിക്കുമായിരുന്നു. പക്ഷെ അത് പോയി. അപ്പം ഒരു പ്രിയ സഹോദരി എന്ന നിലയിലുള്ള ആനയുടെ കരുണ, ആനയുടെ ഭക്ഷണം രുചിക്കുന്നതോടൊപ്പം തന്നെ ആനയുടെ സാമീപ്യത്തിൽ നല്ല 2 വാക്കുകൾ പറയാൻ കഴിഞ്ഞതിൽ, പ്രേക്ഷകരോട് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. താങ്ക് യു.